ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വ്ളോഗായിട്ടാണ്. സോ വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. സോ ടുഡേ വി കെയിം അപ്പ് വിത്ത് ഈദ് നൈറ്റ് ഓർ ഈദ് ഡേ വ്ളോഗ്. 29ാമത്തെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട്. സോ നോമ്പ് തുറക്കുന്ന പ്രിപ്പറേഷൻസിലാണ്. അതിന്റെ മുന്നേ കാണിച്ചതൊക്കെ സീൻസൊക്കെ ഈവനിങ്ങത്തെ സീൻസ് ആണ് കേട്ടോ. അങ്ങനെ മാസപ്പിറവി കണ്ടപാട് തന്നെ പപ്പ അതൊരു ചെറിയൊരു ഇട്ടാ പൊട്ടുന്ന ഒരു ചെറിയൊരു സംഭവം അതേടാ കാണുന്നത് അത് കൊണ്ടുണ്ടായിരുന്നു. നമ്മുടെ പടക്കത്തിന്റെ പരിപാടികൾ ഇന്നല്ല നാളെയാണ്. സോ നമ്മളിതാ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇപ്രാവശ്യത്തെ മെഹന്തി ഇടല് ഒരു ഷോക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മെഹന്തി ആർട്ടിസ്റ്റ് ഒന്നും നാട്ടിലില്ല. സ്പൈഡറിന്റെ കൂട് സ്പൈഡർമാൻ ആക്കി വെച്ചിരിക്കുന്നു ഗൈസ്. എന്താണ് കോളാക്കിയത് പറയും. ഞാൻ ഇളക്കിയോണ്ട തുടങ്ങാനായിരുന്നു ഇവിടെ. അതാ സാരില്ല ഒരു അങ്ങനൊന്നല്ല റോഷടിക്ക എങ്ങനെ സഹിക്കണില്ലനാ. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പയും റോഷനും പുറത്തേക്ക് പോയിരുന്നു. അതോടുകൂടി ഈദ് നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈദ് ഡേയിൽ കാണാം. ഇന്ന് മാർച്ച് 31 നമ്മുടെ പെരുന്നാൾ ദിവസമാണ്. ഒരു പ്രകൃതി രമണീയമായ വൈബോട് കൂടി തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പോൾ കുറച്ച് സമയം പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം. സോ ഇപ്പോൾ ഒരു ടൈം 6:30 ആയി കാണും. അപ്പം റോഷനും പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു ഫാമിലിത്തെ കളർ തീം ഈ കളർന്ന ലൈറ്റ് ബ്ലൂ ആട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ടൈമാണ്. ഞാൻ സാധാരണ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, പക്ഷെ എന്തായാലും ഇന്ന് ഇതൊക്കെ അല്ലേ, അപ്പം എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് എൻ്റെ കസിനാണ്. ഇനി കുറച്ച് കിച്ചൺ വിശേഷങ്ങളിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഹായ്. സോ ഗൈസ്, നമ്മൾ ഇതിന് എനിക്ക് മാറ്റമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആകെ ഒരു ജഗ പോകയായിരുന്നു. സോ നമ്മുടെ ഇപ്പം ഉണ്ട് ഇവിടെ. ഇന്നത്തെ പെരുന്നാളെന്ന് പറയുമ്പോൾ പപ്പയുടെ ബ്രദേഴ്സ് ആരുമില്ല, ബാക്കിയുള്ള പപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ തള്ളിവിടാനായിട്ട് ഗൈസ്. എന്തായാലും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള വിശേഷത്തിലേക്ക് നമ്മളിതാ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാല് സോ ഇന്ന് പെരുന്നാളാണ്. മേക്കപ്പ് റോഷിനിയാണ് ഇട്ടുന്നത്. അതൊരു രസമില്ല ഗൈസ് സത്യം. പക്ഷെ ഞാൻ ഒറ്റ കിട്ടത് പിന്നെ ഡ്രസ്സ് ഓക്കെ വല്ലാണ്ട്. ഞാൻ ഇപ്രാവശ്യം പാർട്ടി വെയർ നോക്കിയിട്ടില്ല. ഞാൻ പാർട്ടി വെയർ ആണ്. അങ്ങനെ റിലേറ്റീവ്സിന്റെ വീടൊക്കെ നോക്കി ഇനി നമുക്ക് ഫുഡിന്. ഞങ്ങളിവിടെ മിക്ക ഇതിനും ബിരിയാണി തന്നെ ആയിരിക്കും. എനിക്ക് ഓർമ്മയുള്ള കാലം വരെ ബിരിയാണി തന്നെ ആയിരുന്നു. സോ ഇന്ന് നമ്മളൊരു ബീഫ് മന്തി ആട്ടോ. ഒരാളോടെ കണ്ണ് വെച്ച് കണ്ട അവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ.
അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് നമുക്ക് പപ്പയുടെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ വിസിറ്റ് ചെയ്യാണ്ട്. സോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഉമ്മാടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ ഉമ്മാടെ വീട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കസിൻസൊക്കെ നമുക്കായിരുന്നു കേട്ടോ വെയിറ്റിംഗ്. അത് ആ ചെറുതൊക്കെ അവിടെ ഗേറ്റുമ്പോൾ തൂങ്ങിയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ക്രാക്കേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടുള്ള കുറച്ച് ഇതായിരുന്നു. വീഡിയോ അല്ലേ? മാമി ക്രാക്കേഴ്സിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ എയിം ഇതായിരുന്നു. പാട്ടിലേക്കാണ് നമ്മൾ പിടിച്ചത്. മിക്ക സീൻസും ഞാൻ കൊടുത്തിട്ടില്ല. എന്തായാലും ഇനി ഫുഡിലേക്ക് കടക്കാം. ഫുഡ് എനിക്ക് തോന്നുന്നു ഈ 30 ദിവസം റമദാൻ്റെ മൊത്തം ഫാസ്റ്റ് ഫുഡായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് കൂടുതൽ കഴിക്കാൻ താല്പര്യം നമ്മുടെ ചോറിനോടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് നമ്മൾ വീണ്ടും പാട്ടിൻ്റെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സോ ഗൈസ്, അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈദ് ഡേ ആൻഡ് ഈദ് നൈറ്റ് വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് ഇതുവരെ ബൈ.